വിപണിയിൽ കോഴിവില പിടിവിടുന്നു. പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങളും കാരണം പ്രാദേശിക ഉൽപ്പാദനം കുറഞ്ഞതാണ് കാസർഗോഡ് ജില്ലയിലും പൊതുവിൽ കേരളത്തിലും കോഴിവില വർദ്ധിക്കാൻ കാരണമാകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴിവരവ് ഗണ്യമായി കുറയുന്നതാണ് കേരളത്തിൽ കോഴിവില കൂടാനുള്ള കാര്യമായൊരു കാരണം. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ മാത്രം കോഴിയുടെ വില 135 നിന്നും 185 രൂപ വരെ എത്തി. അസഹനീയമായ ചൂട് കാരണം കോഴിക്കുഞ്ഞുങ്ങൾ വ്യാപകമായി ചത്തൊടുങ്ങി. ഇതോടൊപ്പം പാചകവാതക പ്രതിസന്ധിയും വന്നുചേർന്നതോടെ ഏപ്രിലിൽ കോഴിയിറച്ചിയുടെ വില കുത്തനെ കുറഞ്ഞിരുന്നു. ഇതോടെ പുതുതായി കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാനോ വളർത്താനോ കർഷകർ മടിച്ചു. ഇതും നിലവിൽ ആവശ്യത്തിന് കോഴികളെ കിട്ടാത്ത അവസ്ഥയ്ക്ക് വഴിയൊരുക്കി. ഇങ്ങനെ പല കാരണങ്ങളാലാണ് കോഴിയുടെ വില പിടിവിട്ടു പോകുന്നതെന്നും ഹോട്ടലുകാരെല്ലാം വളരെ കുറച്ചു കോഴികളെ മാത്രമേ ഇപ്പോൾ വാങ്ങുന്നുള്ളൂവെന്നും ഇറച്ചി വിൽപ്പനക്കാർ പറയുന്നു. കോഴി ഇപ്പോൾ ഇവിടെ നാട്ടിലെ ആരിലും ഫാമിലില്ല. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കോഴി കൊണ്ടുവരുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് കോഴിക്ക് വില കൂടുതൽ. ഇത് കോഴിയുടെ ഇപ്പോൾ ആരും ഫാമിലി കോഴി പോറ്റലില്ല. ചൂട്ടിലി എല്ലാം കോഴി ചാവുന്നു. അങ്ങനെ കർണാടകയിൽ നിന്ന് ഇപ്പോൾ കോഴി വരല്ല ഇങ്ങോട്ട്. പിന്നെ കോഴിക്കിപ്പോൾ വില കൂടുതൽ 170, 75, 180 എല്ലാം നടക്കുന്നു ബജാറ്. പിന്നെ ഹോട്ടലുകാർ കോഴി കൊണ്ടുവന്ന് വരി കുറവ്. ഇപ്പം 10 കിലോ ഉണ്ടെന്നവർ 7 കിലോ ഉണ്ടെന്നു, 50 കിലോ ഉണ്ടെന്നവർ 40 കിലോ കോഴി ഉണ്ടെന്നു. ഇറച്ചി വില നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യവുമുണ്ട്. കൃത്രിമ വിലക്കയറ്റമുണ്ടായാൽ പോലും സർക്കാർ ഇടപെടൽ സാധ്യമാക്കുന്ന ചട്ടങ്ങളില്ലത്രേ. ഗ്യാസിൻ്റെയും ഇറച്ചിയുടെയും വില വർധനവ് മൂലം വിഭവങ്ങൾക്കും വില കൂട്ടേണ്ട അവസ്ഥയാണെന്ന് ഹോട്ടൽ ഉടമകളും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.